PC ആന്ധ്രാപ്രദേശിലേക്ക് കടന്നു കളയാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു നമുക്ക് തർക്കവുമില്ല. നമുക്കറിയാലോ, മറ്റ് പല ആളുകളിൽ ഇപ്പോൾ ഷാജൻ സക്രിയെ പോലുള്ള ആളുകളെയൊക്കെ എങ്ങനെയാണ് വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത്. ആ രീതിയിലുള്ളൊരു വേട്ടയാടലിന് PC അർഹനാകും അല്ലെങ്കിൽ അതിന് വിധേയനാകും എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എവിടെയാണ് യഥാർത്ഥത്തിൽ PC ഉള്ളത്? PC ഉള്ളത് എവിടെയാണെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. ആന്ധ്രാപ്രദേശിലാണെന്നൊക്കെയുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് മൈസൂരാണെന്ന്, ചിലർ പറയുന്നുണ്ട് ബാംഗ്ലൂരാണെന്ന്. പല രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എനിക്ക് തോന്നുന്നു PC സംബന്ധിച്ച് PC അങ്ങനെ ആരെയും ഭയമില്ല. കാരണം PC ജോർജിനെ പിണറായിയുടെ പോലീസ് പിടിച്ചാൽ അത് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് PC-ക്കാണ്. ഒരു പ്രാവശ്യം PC-യെ പോലീസ് പിടിച്ച സമയത്ത് നമ്മളൊക്കെ കണ്ടതാണ്. PC-യെ കൊണ്ടുപോകുന്നതും ജയിലിലേക്ക് വിടുന്നതും അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും ഒക്കെ മാധ്യമങ്ങൾ പകലില്ലാതെയാണ് അത് ഷൂട്ട് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അത് PC-ക്ക് വലിയ മൈലേജ് ആയിരുന്നു. അപ്പോൾ ആ മൈലേജ് ഇനി ഞങ്ങൾ വഴി ഫ്രീ ആയി കിട്ടണ്ട എന്നാണ് പിണറായി വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 മണിക്ക് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് PC ജോർജിനെ വിളിച്ചപ്പോൾ PC ജോർജ് പറഞ്ഞു, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം ആകുന്നില്ല, തിങ്കളാഴ്ചത്തേക്ക് ഞാൻ ഹാജരാകാം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും തിങ്കളാഴ്ച PC ജോർജ് ഹാജരാകും. കാരണം PC ജോർജ് മുസ്ലിം വിരുദ്ധനാണ്, മുസ്ലിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ PC ജോർജ് കാലാകാലങ്ങളോളം ജയിച്ച് MLA ആയത് മുസ്ലിം വോട്ട് കൊണ്ട് കൂടിയാണ്. പിന്നീട് മുസ്ലിങ്ങളും PC ജോർജും തമ്മിൽ ഒരു അകലമുണ്ടായതിന്റെ കാരണം മുസ്ലിങ്ങൾക്കിടയിലുള്ള ചില മത തീവ്രവാദികളെ കുറിച്ച് PC ജോർജ് തുറന്നു പറച്ചിലുകൾ നടത്തി. അവിടെ SDPയുടെ ഒരു വളർച്ച, ആ വളർച്ച നല്ല രീതിയിലല്ല ആ വളർച്ച പോകുന്നത്. അത് രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്ന തരത്തിലേക്കാണ് ചില SDPI നേതാക്കളുടെ വളർച്ച. ആ വളർച്ചയെ തടയിടണം. കാരണം PC ജോർജിന് നമുക്കറിയാം, PC ജോർജ് ചില വിടുവായുത്തങ്ങളൊക്കെ പറയുമെങ്കിലും പലപ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് PC ജോർജ് എന്ന് പറയുന്നത്. അദ്ദേഹം ജനപക്ഷ നേതാവായിരുന്നപ്പോഴും പിന്നീട് BJPയിലേക്ക് എത്തിയപ്പോഴും PC പറയേണ്ട കാര്യങ്ങൾ PC പറയുക തന്നെ ചെയ്യും. തന്തയ്ക്ക് വിളിക്കേണ്ടടുത്ത് തന്തയ്ക്ക് വിളിക്കുക തന്നെ ചെയ്യും. കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കേണ്ടടുത്ത് നിലപാടുകൾ വ്യക്തമാക്കുക തന്നെ ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, PC ജോർജിനെ കാണാനില്ല, കണ്ടുപിടിച്ച് തന്നവർക്ക് 5001 രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് യൂത്ത് ലീഗ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഞാൻ യൂത്ത് ലീഗിനോട് ചോദിക്കുകയാണ്, പാലക്കാട് ഹമാസിന്റെ നേതാക്കളെ അനുകൂലിച്ചുകൊണ്ട് ആനപ്പുറത്ത് കയറ്റിയ എഴുന്നള്ളിപ്പിൽ എന്താണ് യൂത്ത് ലീഗിന് പറയാനുള്ളത്? അതും ലോകത്തെ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത ലോകം കണ്ട ഏറ്റവും വലിയ പിശാചുക്കളാണ് ഹമാസ് എന്ന് പറയുന്നത്. ആ ഹമാസിന് കേരളത്തിൽ ഘടകമുണ്ട്, അല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിക്കുന്ന മത തീവ്രവാദികളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ സൗദി UAEയും പറഞ്ഞിരിക്കുന്നു, കേരളത്തിലെ മുസ്ലിങ്ങളെ ഞങ്ങൾ ഇനി നോക്കിയും കണ്ട് മാത്രമേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വിസ നൽകൂ. അതായത് ഹമാസിനെ അനുകൂലിക്കുന്നവർ കേരളത്തിലുണ്ട് എന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. UAEയിലും സൗദിയിലും ഉള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്താകമാനമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് കേരളത്തിലെ പാലക്കാട് നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ UAEയും സൗദിയും പറയുന്നു, ഞങ്ങൾ ഇവർക്കിനി വിസ നൽകുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ആ സമയത്താണ് PC ജോർജ് എന്തോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി PC ജോർജിന് ജാമ്യം നിഷേധിക്കുന്നത്. PC ജോർജിന് ജാമ്യം നിഷേധിച്ച കോടതിയാണ് അതിനെ ബഹുമാനപൂർവ്വം തന്നെ കാണുന്നു. കാരണം PC ജോർജ് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു. വർഗീയത ഉണ്ടാക്കുന്നത് PC ജോർജ് ആണെങ്കിലും അത് അബദ്ധമല്ല, അത് വർഗീയത പറഞ്ഞുകൊണ്ട് ജനങ്ങളെ 2 തട്ടിലാക്കി തിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പക്ഷേ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് ഈരാറ്റുപേട്ടയിൽ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാകുന്നു എന്നുള്ളതാണ്. അതായത് UPയിൽ കുംഭമേള തകർക്കാനായി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചതിൽ 5 പേർ ഈരാറ്റുപേട്ടയിലും മൂവാറ്റുപുഴയിലും ഉള്ളവരാണ്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ UP പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവർ മഫ്തിയിൽ ഈരാറ്റുപേട്ടയിൽ രഹസ്യാന്വേഷണം നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില മത തീവ്രവാദികൾ ഈരാറ്റുപേട്ടയിലുണ്ട്. ചില മത തീവ്രവാദികൾ, മുസ്ലിങ്ങളിലെ
ചില മത തീവ്രവാദികൾ ഇന്ത്യയെ തകർക്കാനുള്ള പ്ലാനിങ്ങുകൾ നടത്തുന്നു എന്ന് കൃത്യമായി PC ജോർജ് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ എന്തിനാണ് തമാശയായി കാണുന്നത്? ഒരു വിഭാഗത്തെ PC ജോർജിന് ഇഷ്ടമില്ല. അതെങ്ങനെ ഇഷ്ടമില്ലാതിരിക്കും? കാരണം PC ജോർജിനെ ജയിപ്പിച്ച മുസ്ലിങ്ങളെ PC ജോർജിനെ എങ്ങനെയാണ് അകറ്റി നിർത്തുന്നത്? ചിലരുടെ പേരുകൾ പറഞ്ഞപ്പോൾ ചിലർക്ക് അത് അസ്വാസ്ഥ്യം ഉണ്ടാക്കിയപ്പോൾ അവർ PC ജോർജിൽ നിന്ന് മാറി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിലെ വിഷയം നമ്മൾ ഈ യൂത്ത് ലീഗിന്റെ ധന്യ പറഞ്ഞല്ലോ, യൂത്ത് ലീഗിന്റെ ഇരട്ടത്താപ്പുള്ള ഒരു സമീപനം ഉണ്ടല്ലോ, ആ സമീപനത്തെയാണ് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്. എവിടെയായിരുന്നു ധന്യ ചോദിച്ചതുപോലെ എവിടെയായിരുന്നു ഈ തൃത്താലയിൽ ഈ ആനപ്പുറത്ത് രണ്ട് മഹാതീവ്രവാദികളെ ആനപ്പുറത്തേറ്റി വലിയ രീതിയിൽ തിടമ്പേറ്റുന്ന രീതിയിൽ ഏറ്റിയിട്ട് ആളുകൾ മുഴുവൻ ആഘോഷിക്കുകയായിരുന്നു, ആർപ്പുവിളിയായിരുന്നു, ചെണ്ടമേളമായിരുന്നു. എവിടെയായിരുന്നു ഇവിടെയുള്ള യൂത്ത് ലീഗ് അല്ലെങ്കിൽ അതേപോലുള്ള മറ്റ് യുവജന സംഘടനകൾ എന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ എങ്കിലും PC ജോർജ് പറഞ്ഞ ഒരു തെറ്റിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇത് രണ്ടും തെറ്റ് തന്നെയാണ്. ഇവിടെ യൂത്ത് ലീഗ് കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ്. അതോടൊപ്പം തന്നെ PC ജോർജിന് എന്തുകൊണ്ട് ആവർത്തിച്ച് ഇതേ അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചത്. അതുകൊണ്ട് ഇത്തവണ PC ജോർജിന് മാപ്പില്ല, ജാമ്യം തീർച്ചയായിട്ടും നിഷേധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഇതിനെ PC ജോർജ് ഇവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, താൻ തെറ്റുകാരനാണെന്നുള്ളൊരു തിരിച്ചറിവ്. കാരണം എന്താണ് PC ജോർജ് കോടതിക്ക് മുമ്പാകെ പറഞ്ഞത്? ഞാൻ ഇതിനെ ആവർത്തിക്കില്ല, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു പോയി എന്നാണ് കോടതിക്ക് മുമ്പാകെ PC ജോർജ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിലും തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ അബദ്ധം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു PC, അതുകൊണ്ട് തൻ്റെ ജാമ്യം ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ താനൊരു തെറ്റുകാരനാണെന്നാണ് PC ജോർജ് ഒളിച്ചു താമസിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം BJP പോലുള്ള ഒരു പാർട്ടിയിൽ വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധ്യതയുണ്ടായിരുന്ന ഒരു നേതാവാണ് PC ജോർജ്. അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സാധ്യത മങ്ങുകയാണോ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം ഇതേ രീതിയിൽ അബദ്ധം പറയുന്ന അല്ലെങ്കിൽ അബദ്ധം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ തയ്യാറാവുമോ എന്നുള്ളൊരു ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. കാരണം അവരെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന പലതരത്തിലുള്ള പ്രസ്താവനകളും നിലപാടുകളും PC എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും. അതുകൊണ്ട് PC അകറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ചിന്തയിലാണ് ഇപ്പം പല രാഷ്ട്രീയ പാർട്ടികളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ BJPയുടെ ഭാഗം നമുക്കറിയാം, BJP കൃത്യമായിട്ട് തെറ്റ് ചെയ്തവരെ ഒരിക്കലും സംരക്ഷിക്കാത്തൊരു പാർട്ടിയാണ് BJP. അത് നമുക്ക് നേരത്തെയും ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാരണവശാലും PC-ക്ക് യാതൊരു തരത്തിലുമുള്ള പിന്തുണയോ സംരക്ഷണമോ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യും വേണ്ടത്. കാരണം പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു നല്ല മാതൃക സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരം നിലപാടുകൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. PC-യെ ഇവിടെ തെറ്റുകാരൻ തന്നെയാണ് PC അതിന് പറഞ്ഞ ഒരു സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്ന പ്രസ്താവനകൾ ആര് പറഞ്ഞു കഴിഞ്ഞാലും, മതകലഹങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ആര് പറഞ്ഞു കഴിഞ്ഞാലും, അത് ഹമാസ് പറഞ്ഞാലും PC പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കോടതിയെ ഇവിടെ നമ്മൾ തീർത്തും ബഹുമാനപൂർവ്വം കണ്ടുകൊണ്ട് ആ കോടതിയുടെ നിലപാടിനെ ശരിവെച്ചുകൊണ്ട് അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. PC ആന്ധ്രാപ്രദേശിലായാലും മൈസൂരിലായാലും അല്ല വേറെ എവിടെയെങ്കിലും ആയാലും, ആന്ധ്രാപ്രദേശിലും മൈസൂരിലാണെന്നുള്ള ചില നിർണായക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്, എവിടെയായാലും PC മടങ്ങി വരൂ, ശിക്ഷ അനുഭവിക്കൂ എന്നാണ് പറയാനുള്ളത്. അതെ.